തദ്ദേശ തെരഞ്ഞെടുപ്പും വരാൻ പോവുകയാണ്. അതിനു മുമ്പ് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാവും. പാർട്ടിയുടെ വിമർശനം എന്ന് പറഞ്ഞാൽ തീരുമാനം നേരത്തെ എടുക്കും, നടപ്പാക്കുന്നത് പതുക്കെ ചെയ്യാറുള്ളൂ. അതുകൊണ്ടാണ് പലർക്കും സംശയം എന്തുകൊണ്ട് മേയർക്കെതിരെ നടപടി വരുന്നില്ല. മേയർ ഇങ്ങനെ വിജയവിലാസം നടത്തുകയല്ല ശരിക്കും. ഇവർക്കെതിരെ വിമർശനം ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ നാളെ നടപടി ഉണ്ടാവും. തിരുവനന്തപുരം മേയറെ കുറിച്ചുള്ള അവരെന്തുകൊണ്ട് രാജിവെക്കുന്നില്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ധാരാളമായിട്ട് ഉയർന്നത്. ധാരാളം വിമർശനങ്ങൾ ഉണ്ടായിട്ടും പാർട്ടി എന്തുകൊണ്ട് അവരെ ഇന്ന് നിരന്തരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ധാരാളമായിട്ട് ഉയർന്നു. അപ്പൊ ഇപ്പോ അതിന്റെ പശ്ചാത്തലത്തില് നമ്മൾ അറിയുന്നത് പാർട്ടിയുടെ പരാജയത്തെക്കുറിച്ച് വിശകലനം ചെയ്ത അവസരത്തിൽ അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ മേയർക്കെതിരെ ഉണ്ടായി. പാർട്ടിക്ക് അവിടെ വോട്ട് കുറയ്ക്കുന്നതിൽ മേയറുടെ പങ്ക് വളരെ വലുതാണെന്നും അവരെ കണ്ടക്ടറോട് പെരുമാറിയ രീതി ഇതൊക്കെ വളരെ മോശമാണെന്നുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അത് അങ്ങനെയുള്ള ഒരു വിമർശനം അവിടെ നിന്നുണ്ടായ പാർട്ടിക്ക് വോട്ട് കുറയ്ക്കുന്നതിൽ വലിയ പങ്ക് അവരുടെ പെരുമാറ്റം, കണ്ടക്ടറോടുള്ള മോശമായിട്ടുള്ള പെരുമാറ്റം, അതുപോലെ വഴിതടയൽ, യാത്രക്കാരെയും വെച്ചുകൊണ്ട് വഴി അതിനെ പിന്തുടർന്നുകൊണ്ട് ഗുണ്ടാ രീതിയിൽ അതിനെ തടയുക, ഇതൊക്കെ വളരെ മോശമായിട്ടുള്ള പെരുമാറ്റങ്ങളാണെന്നും പാർട്ടിയെ വലിയ തോതിൽ സ്വാധീനിച്ചെന്നുമുള്ള വിമർശനമാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിന്റെ പേരിൽ നടപടി വരാതെ വരില്ല. കാരണം പാർട്ടിക്ക് കീഴിലാണ് ഈ മേയർ പ്രവർത്തിക്കുന്നത്. മേയറുടെ തെരഞ്ഞെടുപ്പും ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നടക്കുന്നത്. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പും വരാൻ പോവുകയാണ്. അതിനു മുമ്പ് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാവും. പാർട്ടിയുടെ വിമർശനം എന്ന് പറഞ്ഞാൽ തീരുമാനം നേരത്തെ എടുക്കും, നടപ്പാക്കുന്നത് പതുക്കെ ചെയ്യാറുള്ളൂ. അതുകൊണ്ടാണ് പലർക്കും സംശയം എന്തുകൊണ്ട് മേയർക്കെതിരെ നടപടി വരുന്നില്ല. മേയർ ഇങ്ങനെ വിജയവിലാസം നടത്തുകയല്ല ശരിക്കും. ഇവർക്കെതിരെ വിമർശനം ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ നാളെ നടപടി ഉണ്ടാവും. അവരെ പാർട്ടിയെ അവമതിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കണക്കിൽ തന്നെയാണ് പാർട്ടി മുന്നോട്ട് നീങ്ങുന്നത്. വളരെ കർശനമായിട്ടുള്ള നടപടി കാലതാമസമില്ലാതെ ഉണ്ടാവും. അവർക്കൊരു സ്ഥാനക്കയറ്റം ഇനി ഉണ്ടാവുകയില്ല എന്നുള്ളത്. അപ്പം അവിടെ ഇരുന്ന മേയറാണല്ലോ നേരത്തെ PK അരുൺ MLA ആയി. ആ തരത്തിലൊരു കയറ്റം ഉണ്ടാവുകയില്ലെന്ന് മാത്രമല്ല, ഇനി ഒരു തവണ കൂടി മേയറാവാൻ സാധിക്കാത്ത രീതിയിലുള്ള തീരുമാനം പാർട്ടി എടുത്തിട്ടുണ്ടെന്നാണ് വളരെ വ്യക്തമായിട്ട് നമുക്ക് ബോധമായത്. അതിശക്തമായിട്ടുള്ള പ്രതിഷേധവും വിമർശനവും ഒക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് തീർച്ചയായിട്ടും ഘടകകക്ഷികൾക്കും അങ്ങനൊരു അഭിപ്രായം ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ മേയറുടെ ഒരു മുന്നോട്ടുള്ള പോക്ക് എന്തായാലും തൽക്കാലം തടയപ്പെട്ടിരിക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള സംശയങ്ങളും ഇല്ല. ഇനി ഒരു രണ്ടാം വരവ് അവർക്കുണ്ടാവില്ല എന്നുള്ളതും തീർച്ചയാണ്. പാർട്ടി അപ്പോൾ നടപടിയെടുക്കുമ്പോൾ അത് പരിഹാസപാത്രമാവാത്ത വിധത്തിലുള്ള നടപടികൾ എടുക്കത്തുള്ളൂ. നല്ല സൂക്ഷിച്ച തീരുമാനങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അത് തീർച്ചയായിട്ടും ഉണ്ടാവും. നേരത്തെ ഭർത്താവായിട്ടുള്ള മന്ത്രി ഇപ്പൊ തന്നെ ശിക്ഷാവിധേയനായി. ഇപ്പോൾ മന്ത്രിയായിരിക്കേണ്ടത് അത് കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ ഒരു പാർട്ടി തന്നെ തിരിച്ചടി നൽകിയിട്ടുണ്ട്, ശിക്ഷ നൽകി.